CBSE Maths Crash Class conducted by Archana Study Center. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആയ 14th ചാപ്റ്റർ ആയ പ്രോബബിലിറ്റി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടേംസിനെ കുറിച്ച് പരിചയപ്പെടാം. ഫസ്റ്റ് പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് കേൾക്കുന്ന ഒരു വേർഡാണ് റാൻഡം എക്സ്പെരിമെന്റ്. എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിനെയാണ് എന്ത് പറയുന്നത്? അങ്ങനെ ഒരു ഇവന്റിനെ, ഒരു എക്സ്പെരിമെന്റിനെ, ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെന്റ്. നമുക്ക് ചില കാര്യങ്ങൾ നടന്ന് അതിന്റെ ഔട്ട്കം ഇന്നതാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയുള്ളത് ഷുവർ ഇവന്റ് ആണ്. ഓക്കെ, ഇതെന്താണ്? റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സ്പെരിമെന്റ്സ് ആണ് കോയിൻ ടോസ് ചെയ്യുക, ഡൈത്രോൺ ചെയ്യുക. ഇതൊക്കെ നമ്മൾ അതുപോലെ കാർഡ് സെലക്ട് ചെയ്യുക, ഒരു പാക്ക് ഓഫ് കാർഡ്സ് ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കോമൺലി പറയുന്ന ഓരോ എക്സാമ്പിൾസ് ആണ് അല്ലെ? ഒന്ന് നോക്കി നോക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യണൊക്കെ സമയത്ത് നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്താണ് റിസൾട്ട് എന്ന്? പറ്റില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിന് ആണ് എന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെന്റ്. അതുപോലെ തന്നെ ഒരു ഡൈ ത്രോൺ ചെയ്യുന്നതിനും ഒരു ഡ്രോൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റും നിങ്ങൾക്ക് ഇന്നതാണ് ഔട്ട്കം വരിക എന്ന്? പറയാൻ പറ്റില്ല. ഒരു ഷുവർട്ടിയും ഇല്ല. അതിന്റെ ഔട്ട്കം എന്താന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഷുവർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെന്റ്. ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കൊരു റാൻഡം എക്സ്പെരിമെന്റ്സിന്റെ ഔട്ട്പുട്ട് അല്ലെ ഔട്ട്കംസിന്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിന്റെ സെറ്റിന് നമുക്ക് എന്ത് പറയാം? ഓൾ പോസിബിൾ ഔട്ട്കംസിന്റെ സെറ്റിന് നമുക്ക് സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഓക്കെ, അതായത് നമുക്കൊരു ഡ്രോൺ ചെയ്യണ സമയത്ത് നമുക്ക് 6 ഔട്ട്കംസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? 1, 2, 3, 4, 5, 6 ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയും കൂടി ഒരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് പറയാം? ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയും അല്ലെ? അതുപോലെ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോരം പോസിബിലിറ്റീസ് ഉണ്ടാവും? ഒന്നെങ്കിൽ ടെയിലാവും അല്ലെങ്കിൽ ഹെഡ് ആവും അല്ലെ? ഈ 2 പോസിബിലിറ്റീസേ ഉള്ളൂ. ആ 2 പോസിബിലിറ്റീസിനെ ഒരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ എന്താണ്? ആ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് ആണെന്ന് പറയും. ഇനി ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവന്റ്സ് എന്ന് പറയുന്നത് അല്ലെ? ഒന്നെങ്കിൽ ആ സാമ്പിൾ സ്പേസ് മുഴുവൻ, അല്ലെങ്കിൽ അതിന് സെലക്ട് ചെയ്ത ചില ഔട്ട്കംസിനെ ഒരു കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഈ ഇവന്റ്സിന്റെ നമുക്ക് പ്രോബബിലിറ്റി പറയാം. ഓക്കെ, നമുക്ക് എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യണ കേസിൽ നമുക്ക് ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം, അതിന് പ്രോബബിലിറ്റി ഉണ്ട്, എത്രത്തോളം സാധ്യതയുണ്ട്. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യാണ് അല്ലെ? ആ ടോസ് ചെയ്യുന്നതിന് നമുക്ക് ടെയില് തന്നെ കിട്ടണം. അതിന് എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? ആ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടൈൽ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കഴിഞ്ഞാൽ എത്ര ടെയില് കിട്ടാനുള്ള എത്ര ടെയിലാണല്ലേ? ഒരെണ്ണേ ഉള്ളൂ. നമ്മുടെ ഫേവറബിൾ ഇവന്റ്സിൽ എന്തേ വരുന്നുള്ളൂ? ടെയിൽ മാത്രമേ വരുന്നുള്ളൂ അല്ലെ? നമ്മുടെ ടോട്ടൽ സാമ്പിൾ സ്പേസ് എത്രയാണ്? ടെയിലും ഹെഡും ആണ് വരുന്നത് അല്ലെ? കോയിൻ ടോസ് ചെയ്യുന്നതിന്റെ ടോട്ടൽ സാമ്പിൾ സ്പേസ് എത്രയാണ് വരുന്നത്? ടെയിലും ഹെഡും. ഓക്കെ, അതിന് നമ്മുടെ ഫേവറബിൾ എന്താണ്? ഇവന്റ് എന്താണ് വരുന്നത്? നമുക്ക് ടെയില് കിട്ടണം അല്ലെ? ക്ലിയർ ആണല്ലോ? ടെയില് കിട്ടണം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം? പ്രോബബിലിറ്റി ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്താണ്? ടെയില് കിട്ടണം അല്ലെ? അപ്പൊ നമ്പർ എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ അല്ലെ? നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്താണ്? ടെയിൽ. അതിന്റെ നമ്പർ എത്രയാണ്? 1 അല്ലെ? ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 1/2 ആണ് എന്ത് വരുന്നത്? നിങ്ങളുടെ പ്രോബബിലിറ്റി വരുന്നത്. ക്ലിയർ ആണെന്ന് വരുന്നു. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി. അപ്പൊ ടെയില് കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ 1/2 ആയിരിക്കും. അതുപോലെ തന്നെ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/2 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് വേറൊരു കാര്യം നോക്കി നോക്കാം. ഈ ഒരു കേസില് ഒരു ഡൈ ഡ്രോൺ ചെയ്യണ കേസില് നമുക്ക് എന്താ പറയാ, ഒരു ഈവൺ നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി, അതാണ് നമ്മുടെ ഫേവറബിൾ ഇവന്റ്. അപ്പൊ ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6 ആണ് അല്ലെ? ഈവൺ നമ്പേഴ്സ് 2, 4, 6 ആണ്. ഇതിന്റെ പ്രോബബിലിറ്റി നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്പർ ഓഫ് ഫേവറബിൾ, ഇതാണ് നിങ്ങളുടെ ഇവന്റ്. നമ്പർ എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലെ? നൺ ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്.
ഇനി n of s എന്താണ് മക്കളെ? n of s ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ട്? നമുക്കറിയാം അല്ലെ, 6 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി എങ്ങനെയായിരിക്കും? P of E എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. വാട്ട് ഈസ് 3/6 ഈക്വൽ ടു 1/2. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് വായിക്കാം. എ ഡൈ ത്രോൺ വൺസ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ പ്രൈം നമ്പർ? ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പോൾ ഈവൻ പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇവന്റ്സ് എന്ന് എഴുതാം. ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഇവന്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. സിമ്പിൾ ആണ് അല്ലേ? ഇനി ഇതിൽ ഈവൺ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് അറിയാം, 2, 3, 5 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. ഈവൺ പ്രൈം നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ഔട്ട്കം എന്നുള്ളതിന് നമ്മളൊരു എഫ് കൊടുക്കുകയാണ് അല്ലെ. നമുക്ക് ഏതാ വരുന്നത്? ഈവൺ പ്രൈം നമ്പർ 2 മാത്രമാണ് വരുന്നത് അല്ലെ. നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ എഫ് അല്ലെ. എഫ് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം അല്ലെ. ടോട്ടൽ ഔട്ട്കം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എത്ര ഉണ്ട്? 1 ആണല്ലേ. ടോട്ടൽ എത്ര ഔട്ട്കം ഉണ്ട്? 6. അപ്പൊ 1/6 ആണ് എന്ത് വരുന്നത്? ഒരു ഈവൺ പ്രൈം നമ്പർ കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി. ക്ലിയർ ആണെന്ന് കരുതുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ ഡൈ ത്രോൺ വൺസ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ അല്ലെ. അപ്പൊ ആ പ്രൈം നമ്പർ കിട്ടാൻ, ഇതാണ് നമ്മുടെ ഡൈ ത്രോൺ ചെയ്യുമ്പോൾ പോസിബിൾ ഔട്ട്കംസ്. ഇനി ഈവൺ പ്രൈം നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? ഞാൻ പ്രൈം നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റിക്ക് ഞാനൊരു F2 എന്ന് എഴുതാം അല്ലെ. എന്താണൊക്കെയാണ് പ്രൈം? 2, 3, 5 ആണ് നമ്മുടെ എന്ത് വരുന്നത്? പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബിലിറ്റി ഓഫ് F2 അല്ലെ എന്താ വരുന്നത്? നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. എത്ര ഔട്ട്കം ഉണ്ട്? 3 ഔട്ട്കംസ് ഉണ്ട് അല്ലെ. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 6. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ എന്തൊരു 1/2. അതായത് നമുക്ക് ഒരു പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/2 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ അതെന്തിനാണ്? 3 ഔട്ട്കംസ് ഉണ്ട്, ഫേവറബിൾ ഔട്ട്കംസ്. ടോട്ടൽ ഔട്ട്കംസ് 6 ആണ്. ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പോൾ 6 ഔട്ട്കംസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 3/6 ചെയ്യുമ്പോൾ 1/2 കിട്ടും. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. An integer is chosen between 70 and 100. Find the probability that it is a prime number and divisible by 7. ഒരു 70ക്കും 100നും ഇടയിലാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? സാമ്പിൾ സ്പേസ് വന്നിരിക്കുന്നത്. ഒരു 70ക്കും 100നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? നമുക്കറിയാം അല്ലെ. 100 - 70 എന്ന് പറയുന്നത് 30 ആണ്. 30ൽ നിന്ന് ഒരു നമ്പർ കുറവായിരിക്കും എന്താണ് ഇൻ ബിറ്റ്വീൻ ചൂസ് ചെയ്യുമ്പോൾ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സാമ്പിൾ സ്പേസിലെ നമ്പേഴ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് നമ്പേഴ്സ് ഇൻ സാമ്പിൾ സ്പേസ് എത്ര വരും? 29 ആണ് വരിക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? 70ക്കും 100നും ഇടയിലാണ്. 70ക്കും 100നും ഇടയിൽ എത്ര നമ്പേഴ്സ് വരും? നോക്കിക്കഴിഞ്ഞാൽ 29 ആണ് വരിക. ഓക്കെ, 30 എടുക്കരുത്. 100 - 70 ചെയ്ത് 30 എടുക്കരുത്. അതിൽ നിന്ന് ഒരു നമ്പർ കൂടി കുറവായിരിക്കും ഇൻ ബിറ്റ്വീൻ വരിക. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 29 ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ പ്രൈം നമ്പർ അല്ലെ. പ്രൈം നമ്പർ ആണ്. ഇനി നമ്മുടെ ഇവന്റ് എങ്ങനെയായിരിക്കും? E1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 70ക്കും 100നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് എഴുതണം. അതാണ് നമ്മുടെ ഇവന്റ്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 71 ആണ് വരുന്നത്. 71 ഒരു പ്രൈം നമ്പർ ആണ്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 73 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു പ്രൈം നമ്പർ ആണ്. 74 പ്രൈം നമ്പർ അല്ല, ഈവൺ നമ്പർ ആണ്. 75 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 76 ഒരു ഈവൺ നമ്പർ ആണ്. 77 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 78 ഒരു ഈവൺ നമ്പർ ആണ് അല്ലെ. അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 79 ആണ് അടുത്ത പ്രൈം നമ്പർ വരുന്നത്. ഇനി നമുക്ക് 80 അല്ല എന്നറിയാം. 80 10ന്റെ മൾട്ടിപ്പിൾ ആണ്, 82ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ ഇനി 81 എന്ന് പറയുന്നത് എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 82 ഈവൺ നമ്പർ ആണ്. ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? 83 ആണ് എന്ത് വരുന്നത്? ഒരു പ്രൈം നമ്പർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വരുന്നു. 84 ഒരു ഈവൺ നമ്പർ ആണ്. 85 ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. 86 അല്ല, ഈവൺ നമ്പർ ആണ്. 87ഉം എന്താണ്? പ്രൈം നമ്പർ അല്ല.
നെക്സ്റ്റ് വരുന്നത് 88 ഈവൺ നമ്പർ ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? 89 ആണ് ഒരു പ്രൈം നമ്പർ വരുന്നത് അല്ലെ. 89 ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 90 വരില്ല, 91 വരില്ല. 91 എന്ന് പറയുന്നത് എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 92 ഈവൺ നമ്പർ ആണ്. 93 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 94 ഈവൺ നമ്പർ ആണ്. 95 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 96 ഈവൺ നമ്പർ ആണ്. 97 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 97 ആണ്. 98 ഈവൺ നമ്പർ ആണ്. 99 എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3 എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഈവൺ ഈ ഇവന്റ് എത്രയാണ് വരുന്നത്? നമുക്ക് 1 2 3 4 5 6 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ 1 എന്തായിരിക്കും? ടോട്ടൽ ഔട്ട്കംസ് നമ്പർ ഓഫ് possible outcomes by number of sample space is equal to 6/29 ആണ് വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവിസിബിൾ ബൈ 7. E2 എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ 7 ആണ്. 77 കഴിഞ്ഞിട്ട് ഡിവിസിബിൾസ് ആവുന്ന നമ്പർ എത്രയാണ്? 77 അല്ലെ. 70 എന്ന് പറഞ്ഞാൽ 10 into 7 ആണ്. അപ്പൊ അടുത്ത 11 into 7 എന്താണ്? 77. 12 into 7 എത്രയാണ് വരുന്നത്? 84. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് 13 into 7. 13 into 7 എത്രയാണ് വരുന്നത്? 91 ആണ് വരുന്നത്. നെക്സ്റ്റ് 15 into 7 എത്രയാണ് വരുന്നത്? നോക്കി നോക്കൂ. 15 into 7 എന്ന് പറയുന്നത് നമുക്ക് 98 ആണ് വരുന്നത് അല്ലെ. 3 നമ്പേഴ്സ് ആണ് ഇതിന്റെ ഇടയിൽ വരുന്നത്. 11 into 7 77, 12 into 7 84, 13 into 7 91, 14 into 7 98. ഇത്രയുമാണ് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഇവന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് അല്ലെ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് 2 എന്ന് പറയുന്നത് number of favorable outcome E2 divided by number of sample space ആണ്. That is 4/29 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പ്രോബബിലിറ്റിയിലെ പ്രൈം കൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.